നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവമുണ്ടോ ഇല്ലയോ, ഇതാണ് ഇന്നത്തെ കണ്ടൻറ്റ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു സ്ത്രീ, ഒരു ഷിൻസി തോമസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഇപ്പോൾ ഇന്ന് യൂട്യൂബിൽ വന്നിട്ടൊരു വാർത്ത പറഞ്ഞതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഒരു ശക്തിയുണ്ട്. എന്നാൽ ആ ശക്തി തന്നെയാണ് ദൈവമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാണ്, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ ചേച്ചിയുടെ പേര് ഷിൻസി തോമസ് എന്നാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ചേച്ചി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി എല്ലാ മതക്കാരെയും പറയുന്നുണ്ട്, എല്ലാ മതത്തിലും ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. പക്ഷേ ക്രിസ്ത്യൻസ് മതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു, അതുപോലെ ദൈവം യഹോവ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഉണ്ടെന്നാണ് പറയുന്നത്. ഹിന്ദുക്കളുടെ വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ അവർ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ അവർ അള്ളാഹു എന്നും ഈസാ നബി എന്നൊക്കെ പറയുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഈ ചേച്ചിക്ക് ഒരു കാര്യം ചേച്ചിക്ക് പഠിച്ചു. ഈ പഴയ കാലത്ത് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഈശോനെ അള്ളാഹ് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അള്ളാഹ് എന്നെങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ ദൈവമെന്നും ഈശോയെന്നുമാണ് അന്ന് പറയുന്നത്. മുസ്ലിങ്ങളാണ് അള്ളാഹു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ഈസാ നബി തന്നെയാണ് ഈശോയായിട്ട് ഒക്കെ ഉള്ളത്. അതായത് ഈശോയാണ് ഈസാ നബി, അവരല്ലാഹു എന്ന് പറയുന്നു. എന്നാൽ ചേച്ചിയുടെ സംശയങ്ങൾ തീർക്കാം നമുക്ക്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് ഓരോരോ ദൈവങ്ങളുടെ കാര്യങ്ങളും ഞാൻ ജനിച്ച സമയം തൊട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയിലുള്ള വിശുദ്ധന്മാരുടെയും അച്ഛന്മാരുടെയും അതുപോലെ തന്നെ യേശുവിൻ്റെയും പിന്നെ യഹോവയാം ദൈവത്തിൻ്റെയും പേരുകളൊക്കെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ചെറുപ്പം മുതലേ കേട്ടു വളർന്നുണ്ട്. ഹിന്ദുക്കളുടേതായ കൃഷ്ണൻ, രാമൻ, ശിവൻ, ബ്രഹ്മാവ്, ഇവരെല്ലാം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ദൈവങ്ങളെയും പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ പഴയ നിയമപ്രകാരമുള്ള അള്ളാഹു നമ്മുടെ യഹോവയാം ദൈവമാണെന്നുള്ള വിധം എനിക്ക് മനസ്സിലായി. പിന്നെ ഓരോ നബിമാരും പ്രവാചകന്മാരും അവരുടെയൊക്കെ പേരുകൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇതെല്ലാം പലരും ഈ മൂന്ന് മതക്കാരും മൂന്ന് രീതിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ പ്രാർത്ഥനകളെല്ലാം ഒരു സ്ഥലത്തേക്ക് മാത്രമേ ചെല്ലുന്നുള്ളൂ എന്നെനിക്കറിയാം. ആ ഒരു ബുദ്ധി എനിക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനകൾ ഈ മൂന്ന് തരക്കാരും പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഈ പ്രാർത്ഥന പോകുന്നത്. അതൊരു സത്യമാണെന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഒരു ദൈവം അല്ല, ഒരു ശക്തി ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് വിശുദ്ധന്മാരാണോ, അത് ദൈവമാണോ? ഇതാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ മകൾക്ക് 2.5 വയസ്സുള്ളപ്പം ഒരു കാലേ കൂടി ഒരു എന്താ പറയുന്നത്, ഒരു വ്രണം വന്നു. വ്രണം എന്ന് പറഞ്ഞാൽ ഈ ചോറി ചിരങ്ങെന്നൊക്കെ പഴയ കാലത്ത് പറയുന്നില്ല, അങ്ങനത്തെ ഈ പഴയ കാലത്തൊക്കെ ചൊറി ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ വലിയ പിന്നെ മുറി വന്നു. ആ വ്രണം വന്നപ്പോൾ ചേന ചെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന പോലെയാണ് അത് കാലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ കുറയും കൂടും. കാരണം ഇതിനൊരു ശമനമില്ല. ഇതിങ്ങനെ കുറയുക, കൂടുക, പഴുക്കുക, അങ്ങനെ ചെയ്തു. ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി പറയുന്നത് ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ആയുർവേദ വൈദ്യന്മാരെ കണ്ടു, പച്ചമരുന്നും ആയുർവേദമൊക്കെ ആയിട്ട് കുറേ കഴിച്ചു. പക്ഷേ ഇതൊന്നും മാറുന്നില്ല. ഞാൻ ഈ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി ക്രിസ്ത്യാനിയായിട്ട് തന്നെയല്ലേ ജനിച്ചത്? അപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുമ്പോൾ ചേച്ചി മാമൂസ മുങ്ങിയിട്ടില്ലേ? ചേച്ചിയുടെ പേര് ഷിൻസി തോമസ് എന്നാണ്. അപ്പോൾ അത് മാമൂസ മുങ്ങാതെ എങ്ങനെ ക്രിസ്ത്യാനിയാകുക? ചേച്ചി എന്തൊക്കെ ഈ വന്ന് പറയുന്നത്? നമ്മൾ ക്രിസ്ത്യാനികളെ തന്നെ പൊതുവെ ഈ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ചേച്ചി ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്ന് പറയരുത്. ഇത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. മറ്റുള്ള ആളുകൾ നമ്മളെ വിമർശിക്കാനായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി എന്താ ഇനിയിപ്പോൾ അടുത്ത് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്ത് സത്യം എന്തും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പോൾ ഇവിടെ പറയുകയാണ്. ഒരു 97 കാലഘട്ടത്തിൽ എൻ്റെ മൂത്ത മകൾക്ക് ഒരു 2.5 വയസ്സ്, 3 വയസ്സായില്ല, 2.5 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ മുട്ടിന് താഴേക്ക് ഫുള്ള് വ്രണങ്ങളാണ്. അതായത് നമ്മളൊരു ചേനയുടെ തൊലി ചെത്തിക്കളഞ്ഞാൽ ആ ചേന എങ്ങനെ ഇരിക്കുന്നു ആ കളറിലാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുട്ടിന് താഴേക്കുള്ള കാൽപാദം വരെ ഇങ്ങനെയാണ്. അപ്പം വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹോമിയോ കൊടുത്തു, പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു, പച്ചമരുന്ന് ചെയ്തു എന്നൊക്കെ ചെയ്തിട്ടും ഈ കുഞ്ഞിൻ്റെ കാലിൻ്റെ വേദനകളും ഒന്നും കുറയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി പറയുന്നത് അപ്പം ഇങ്ങനെ മരുന്നുകളൊന്നും കഴിച്ചിട്ടൊന്നും കുറവില്ല. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ചേച്ചി പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭർത്താവിൻ്റെ പിതാവ് പറഞ്ഞു, എടി അതങ്ങ് തേച്ചൊരച്ച് കളയടി, ഈ മുറിവ് ഉടനെ ഈ കുട്ടിയുടെ കാലിലുണ്ടാകുന്ന ഈ മുറിവ്. അപ്പോൾ അതിനൊന്നും പോയില്ല. ഇവർ കഴുകുന്നതെല്ലാം വൃത്തിയായിട്ട് തുടച്ചു. അപ്പോഴും ചേച്ചിക്ക് വിശ്വാസമായിട്ടില്ല. അത് ചേച്ചി വേദാള ക്ലാസ്സിലൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ക്രിസ്ത്യാനായിട്ട് ജനിക്കുമ്പോൾ മാമൂസ മുങ്ങും, സ്റ്റൈലിലെ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വേദപാഠ ക്ലാസ്സിൽ പോവും. പിന്നെ ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കുർബാന സ്വീകരണം ഉണ്ടാകും നമ്മുടെ ക്രിസ്ത്യൻ മതത്തിൽ. അപ്പോൾ അതൊന്നും ചേച്ചി ചെയ്തിട്ടില്ലേ? എനിക്കൊരു സംശയം ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. കാരണം ഇങ്ങനെയുള്ള ഈ വിഡ്ഢിത്തരമൊന്നും നമ്മൾ ഈ യൂട്യൂബിൽ വരുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ അത്രയും കണക്കാക്കത്തുള്ളൂ. ഈ മറ്റുള്ള സമുദായക്കാർ, ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും, അവർ നമ്മുടെ ഏത് രീതിയിലാണ് തേച്ചൊട്ടിക്കാൻ നോക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഇങ്ങനത്തെ, ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇത് ഒരുവിധപ്പെട്ട എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ചേച്ചി ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെബസ്റ്റ്യാനോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു പുണ്യാളനാണെന്നുള്ള അറിയാം. അപ്പോൾ ദൈവവും ഈ സെബസ്റ്റ്യാനോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈശോയെ കുരിശിൽ തറച്ചു, അതിൻ്റെ അതേ പ്രതീകമായിട്ടാണ് ഈ സെബസ്റ്റ്യാനോസിനെ കുരിശിൽ തറയ്ക്കുന്നതെന്നുള്ളതാണ്. അപ്പം അപ്പോഴും ചേച്ചിക്കൊരു വിശ്വാസമായിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ എടവപ്പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ അടുക്കള ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചർച്ചിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ ചർച്ചിൻ്റെ ഭാഗം കാണാം, ഫ്രണ്ട് ഭാഗം കാണാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ചേച്ചിക്ക് വിശ്വാസമായിട്ടില്ല. എനിക്കൊരു തോന്നുന്നു ചേച്ചി ക്രിസ്ത്യാനി അല്ലാന്ന് തോന്നുന്നു, ഈ ക്രിസ്തുമതം സ്വീകരിച്ചാണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത്ര ആൾക്കാർ വിലയിരുത്തത്തുള്ളൂ. അപ്പോൾ ചേച്ചി എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് ചേച്ചിക്ക് ഒരു സംശയം, ചേച്ചി എന്നിട്ട് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. വിശുദ്ധ സെബസ്റ്റ്യാനോസ് പുണ്യാളാ, ഈ കുട്ടിയുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്താ മെഴുകുതിരി കത്തിക്കാന്നോ നേർച്ച നേരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേട്ടോ. ചേച്ചിക്ക് അപ്പോഴും ദൈവം ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. സെബസ്റ്റ്യാനോസ് പുണ്യാളെന്നെ മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ ചേച്ചി എവിടെയുള്ളതെന്ന് എനിക്കറിയത്തില്ല. ചേച്ചി എന്നോട്, ഞാനിപ്പോൾ ചേച്ചിനെ ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ചേച്ചി മനസ്സിരുത്തിയൊന്ന് ആലോചിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്, തെറ്റാണോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി ബാക്കിയും കൂടി കേൾക്കാം. ചാച്ചൻ പറഞ്ഞു, എടി അതങ്ങോട്ട് തേച്ചൊരച്ച് കളയടിയെന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പുവെള്ളം ഇട്ട് കഴുകി ഉടച്ച് പെറുക്കിയെടുത്ത് അത് പൊട്ടിക്കാൻ പറഞ്ഞു, ഈ വ്രണങ്ങളെല്ലാം പൊട്ടിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അത് കളഞ്ഞില്ല. അത് കളയാതെ ഞാൻ കൊച്ചിനെ ഒരു വിധത്തിൽ കുളിപ്പിച്ച് ഞാൻ വൃത്തിയാക്കി എൻ്റെ മടിയിലിരുത്തി കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്കന്ന് ഒരു 20-21 വയസ്സേ ഉള്ളൂ. എനിക്ക് ദൈവങ്ങളെപ്പറ്റി അറിയത്തില്ല, സമൂഹത്തെപ്പറ്റി അറിയത്തില്ല. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അറിയാവുന്ന പ്രാർത്ഥന ചെയ്ത് തിരിച്ചു വരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിനിങ്ങനെ വിഷമത്തോടെ പറഞ്ഞു, ഇങ്ങനെ വിഷമത്തോടെ ഞാൻ എൻ്റെ സെബസ്റ്റ്യാനോസ് പുണ്യാളാണ് ഇങ്ങനെ. അതേ ചേച്ചി പറയുന്നത്, ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു, അടുത്ത വെള്ളിയാഴ്ച ആയപ്പം, പിറ്റത്തെ വെള്ളിയാഴ്ച ആയപ്പം, അതായത് അടുത്ത വെള്ളിയാഴ്ച ആയപ്പം കാലിലെ വ്രണങ്ങളെല്ലാം ഉണങ്ങിയതിന് ശേഷം അവിടെ വെറും ഒരു പാട് മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ചേച്ചിക്ക് വിശ്വാസമായ ദൈവം ഉണ്ടെന്നുള്ളത്. മനസ്സിലായില്ലേ? അതിന് മുന്നേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ.
പിന്നെ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ആരാധിക്കുമ്പം ഒരു ശക്തിയിലോട്ടാണ് ഈ പ്രാർത്ഥന മുഴുവൻ പോകണമെന്നും പറയുന്നു. അപ്പോൾ ചേച്ചി, ദൈവം എന്ന് പറയുന്നൊരു ശക്തി എല്ലാവർക്കും ഉണ്ട്. അത് ഒരു ശക്തിയേ ഉള്ളൂ. അത് പല രീതിയിലും പല ആചാരപ്രകാരം പല മതക്കാരും പല രീതിയിൽ ആരാധിക്കുന്നുള്ളൂ. അപ്പം മനസ്സിലായല്ലോ. ചേച്ചി വിചാരിച്ച് സെബസ്ത്യാനോസ് പുണ്യാളൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്ന് പറയാം. സെബസ്ത്യാനോസ് പുണ്യാളൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ശക്തി പുള്ളിക്കുണ്ട്. പുള്ളി ഒരു പുണ്യാളനാണ്. വിശുദ്ധനായ സെബസ്ത്യാനോസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പുള്ളി ഒരു പുണ്യാളൻ തന്നെയാണ്. ഒരുപാട് പുണ്യാളന്മാരുണ്ട്, അച്ഛന്മാരും ഉണ്ട് വിശുദ്ധരായിട്ടുള്ളവർ. അൽഫോൻസാമ, ചാവറസ് കുറിയാക്കോസ് എലിയാച്ചസ് അച്ഛൻ, അതുപോലെ തന്നെ വിശുദ്ധ തോമസ് അക്വിനാസ്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പുണ്യാളന്മാരായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സഭയിലുണ്ട്. എന്നിട്ട് ചേച്ചി ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. ഇപ്പോൾ ചേച്ചിയുടെ വ്രണം, കുട്ടിയുടെ വ്രണം ഉണങ്ങിയത് കൊണ്ട് മാത്രം ചേച്ചി പിന്നെ എന്താ ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ചേച്ചിക്ക് വന്നു. ഇല്ലെങ്കിൽ ഇപ്പോഴും ചേച്ചിക്ക് വരത്തില്ല. അങ്ങനെയല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേലാൽ എവിടെയും പോയിട്ട് പുറത്ത് പോയി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട്. ചേച്ചി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തെ താറടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ, താറടിച്ച് കാണിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഒരു രീതിയിലും എവിടെയും ആരും നേരാകാൻ സമ്മതിക്കരുതെന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അന്യരാജ്യങ്ങളിലൊക്കെ പോയി നോക്കിയാൽ പൂനെയിലോ ആന്ധ്രയിലും അവിടെ ഇവിടെ പുറം രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ക്രിസ്ത്യൻ സഭകളുടെ നേരെയാണ് ഈ ആക്രമണങ്ങൾ വരുന്നത്. BJPകളും അതുപോലെ സംഘപരിവാറുകളും ഇടപെട്ടിട്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുമ്പം ആളുകൾക്കൊന്നും കൂടെ ഒരു പ്രചോദനം, മറ്റുള്ള ആളുകൾക്ക് നമ്മളെ ആക്രമിക്കാൻ ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇനിയെങ്കിലും ചേച്ചി ഇത് മനസ്സിലാക്കുക. ശരിയെന്നാ, ബൈ, നിർത്തുന്നു. ഓക്കെ. എൻ്റെ ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് ഞാനിത് ഓർക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ കാലിൻ്റെ ഈ മുറിവ് കരിഞ്ഞാൽ ഞാൻ ഈ വർഷത്തെ പെരുന്നാളിന് ഒരു കഴുന്നെടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മളുടെ ഓരോരോ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചിലർ പറയും തെറ്റാന്ന് പറയും, ചിലർ അതൊക്കെ അത് തെറ്റല്ല എന്ന് വാദിക്കുന്നുമുണ്ട്. ഞാനൊരു കഴുന്നെടുത്തോളാം, എൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ മുറിവൊന്ന് ഭേദമാക്കണമെന്ന്. ഒരു വെള്ളിയാഴ്ചയാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് ആ സാക്ഷ്യം എവിടെ ഇന്നുവരെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയും, ചില സമയത്ത് ഞാൻ ഓർക്കും. അപ്പോൾ എല്ലാ പള്ളികളിലും പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് സെബസ്ത്യാനോസ് പുണ്യാളൻ. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഒരു സാദൃശ്യത്തിൽ, കുരിശ കിടന്നൊരു സാദൃശ്യത്തിലാണ് സെബസ്ത്യാനോസ് പുണ്യാളനെ മരത്തേൽ അമ്പെയ്ത് തറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഈ വെള്ളിയാഴ്ച ഇത് ഈ കാര്യം പറഞ്ഞു. എനിക്കറിയില്ല, പിറ്റേ വെള്ളിയാഴ്ച ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ അത്രയും ശ്രദ്ധിക്കും, കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, ശ്രദ്ധിക്കുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, നടക്കുന്നു. പിറ്റേ വെള്ളിയാഴ്ച ഞാൻ നോക്കുമ്പം ഈ കുഞ്ഞിൻ്റെ കാലയിൽ മൊത്തം മുറിവുകൾ കരിഞ്ഞു ഉണങ്ങി എൻ്റെ പൊറ്റ മരം പൊളിഞ്ഞു പോയിട്ട് ആ കുഞ്ഞിൻ്റെ കാല് ആ പാട്. അങ്ങനെ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയൊക്കെ അസുഖമൊക്കെ മാറി. പിന്നെ സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ അസുഖമൊക്കെ മാറി, വ്രണമൊക്കെ ഉണങ്ങി. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഞാൻ എല്ലാ പള്ളികളിലും പോയി സാക്ഷ്യം പറയും എന്നൊക്കെയാണ്. കൊള്ളാൻ ചേച്ചി, ഗുഡ് ബൈ, നല്ല കാര്യം, ഗുഡ്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും ദൈവം ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. സെബസ്ത്യാനോസ് പുണ്യാളച്ചൻ മാത്രമല്ല, ദൈവം എന്ന് പറയുന്ന ശക്തി വേറെയുണ്ട്. സെബസ്ത്യാനോസ് പുണ്യാളച്ചൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശക്തിയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതി, പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. സെബസ്ത്യാനോസ് പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വിശ്വാസം ചേച്ചിനെ രക്ഷിക്കട്ടെ. ഇനിയെങ്കിലും ആലോചിച്ചും ഒക്കെ വർത്താനം പറയുക. നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങിയിട്ടാണ് സംസാരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ വേണം. മനസ്സിലായില്ലേ? ശരിയെന്നാ, ബൈ.